ഞാൻ എന്നെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയ്ക്കിൽ നിന്ന് വരുന്നു. അപ്പം നമുക്ക് സഹായം ലഭിക്കുന്ന ആരിൽ നിന്നാണ്? സഹായം ലഭിക്കുന്നത് നമ്മുടെ യേശു അപ്പത്തിൽ നിന്നാണ്. ഒരു ബാധയെടുക്കാതെ നമ്മളെ പരിപാലിക്കും, കരുതും. നമ്മുടെ ദൈവത്തിൻ്റെ ആ ഫേവർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാ അസാധ്യങ്ങളും സാധ്യമാക്കി തീർക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അവിടെ മാറി ചാരി ജീവിക്കുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയാമോ മക്കളെ നിങ്ങൾക്കുണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വഴി സത്യം ജീവനുമായവന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്തേ. ദാനിയേൽ എത്ര പ്രാവശ്യം മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയോട് ആത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അങ്ങടെ മാറി ചാരി എല്ലാവരും ജീവിച്ചു നോക്കിക്കേ. എന്തൊരു സന്തോഷമാണ്. ഉറപ്പുള്ള പാറയായി കോട്ടയായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്തുതിച്ച് മാറി ചാരി ആ കരുണ പ്രാപിച്ച് കൃപ പ്രാപിച്ച് മുമ്പോട്ട് പോയിക്കേ. പ്രാർത്ഥനയ്ക്കുത്തരം തരുന്ന ദൈവം, എൻ്റെ യാചന കേൾക്കുന്ന ദൈവം. കണ്ടോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കുക. ദൈവത്തെ സാധിക്കാതെ ഒരു കാര്യമില്ല. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. അതാ ആരോടെ യാചിക്കേണ്ടത്? മനുഷ്യരോട് അല്ലെന്നേ. ദൈവത്തോടെ ഒന്ന് യാചിച്ചേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, ദൈവത്തിനൊന്ന് ആശ്രയിച്ചേ. എല്ലാ കുഞ്ഞുങ്ങളും അവൻ്റെ മാറി ചാരി ഒന്ന് ജീവിച്ചേ. നിങ്ങൾക്ക് ജോലി വേണോ? നിങ്ങൾക്ക് കുടുംബജീവിതം വേണോ? നിങ്ങൾക്ക് വാഹനം വേണോ? നിങ്ങൾക്ക് പാർപ്പിടം വേണോ? ഇതൊക്കെ ആവശ്യമാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. ഒന്നാം സ്ഥാനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനൊന്ന് കൊടുത്തു നോക്കിക്കേ. ഈ സൗഭാഗ്യങ്ങളൊക്കെ തരേണ്ടുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്നുള്ള ദൈവത്തിനറിയാം. അത് കറക്റ്റ് സമയത്ത് നമുക്ക് തരും. എല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾക്ക് കിട്ടത്തില്ല. അതേ കർത്താപ്പച്ചനറിയാം ആ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഇന്ന് കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതാഗ്രഹിക്കുന്നു ഉപരിയായ നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ വിട്ടുപിരിഞ്ഞാൽ ഓരോരുത്തരും ക്രിസ്തുവിനോട് കൂടിയുള്ള ചിന്ത നമുക്ക് വേണം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയും അത് നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ ദൈവത്തെ സമർപ്പിക്കുന്നതിന് മുന്നമേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം അതിൽ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ജീവിച്ച് നോക്കിക്കേ. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.